ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഈ വാക്യം റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലെ വലിയ വിവരണത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ രക്ഷയുടെ പദ്ധതിയിൽ വിജാതീയരും യഹൂദരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ചർച്ച ചെയ്യുന്നു. ഈ പ്രത്യേക വാക്യത്തിൽ എല്ലാ ഇസ്രായേലരും രക്ഷിക്കപ്പെടുമെന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നു. കൂടാതെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് തന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹം പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥവും പ്രാധാന്യവും ശരിക്കും മനസ്സിലാക്കുവാൻ അതെഴുതിയ സന്ദർഭം പരിഗണിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആദിമസഭയിലെ വിവിധ ദൈവശാസ്ത്രപരവും പ്രായോഗികവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമിലെ ക്രിസ്ത്യാനികൾക്ക് എഴുതിയ ഒരു കത്താണ് ഈ റോമ ലേഖനം. 11-ാം അധ്യായത്തിൽ രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ ഇസ്രായേലിന്റെ പങ്കിനെ പൗലോസ് പ്രത്യേകം അഭിസംബോധന ചെയ്യുന്നു. യഹൂദരുടെ ഹൃദയങ്ങളെ താൽക്കാലികമായി കഠിനമാക്കുന്നതിനെക്കുറിച്ചും ദൈവത്തിന്റെ വിമോചന പദ്ധതിയിൽ വിജാതീയരെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യുന്നു. 26-ാം വാക്യത്തിൽ എല്ലാ ഇസ്രായേലിന്റെയും രക്ഷ എന്ന ആശയം പൗലോസ് അവതരിപ്പിക്കുന്നു. എല്ലാ ഇസ്രായേലും എന്നതിന്റെ കൃത്യമായ അർത്ഥവും ഈ രക്ഷയുടെ സമയവും വ്യാഖ്യാനത്തിന്റെ വിഷയമായതിനാൽ ഇത് ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിനുള്ളിൽ വളരെയധികം ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ചില ദൈവശാസ്ത്രജ്ഞർ ഇത് എല്ലാ വംശീയ യഹൂദന്മാരുടെയും ആത്യന്തിക രക്ഷയെ സൂചിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ ഇത് യഹൂദന്മാരും വിജാതീയരും ഉൾപ്പെടെയുള്ള ദൈവത്തിന്റെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആത്മീയ പുനഃസ്ഥാപനത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് വാദിക്കുകയും ചെയ്യുന്നു. നിർദ്ദിഷ്ട വ്യാഖ്യാനം പരിഗണിക്കാതെ തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള പ്രത്യാശയും ഉറപ്പുമാണ് പ്രധാന വിഷയമായി നിൽക്കുന്നത്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും എന്ന വാചകം മിശിഹായെ പരാമർശിക്കുന്നു. അവൻ വന്ന് ആളുകൾക്ക് രക്ഷ നൽകുമെന്ന് പ്രവചിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ നിവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാൽ ഇത് വാക്യത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. ദൈവത്തിന്റെ വാസസ്ഥലത്തിന്റെയും അവന്റെ ഭരണത്തിന്റെയും പ്രതീകമായി ബൈബിളിൽ സിയോൻ എന്ന് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. സിയോനിൽ നിന്ന് വരുന്ന വിമോചകനെക്കുറിച്ചുള്ള പരാമർശം ഇസ്രായേൽ ജനത്തിന് വിടുതൽ നൽകുന്ന രക്ഷകന്റെ ദൈവിക ഉത്ഭവത്തെയും ദൗത്യത്തെയും ഇവിടെ വ്യക്തമാക്കുന്നു. വാക്യത്തിന്റെ അടുത്ത ഭാഗം പറയുന്നത് യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും എന്നതാണ്. വിമോചകന്റെ പരിവർത്തന ശക്തിയെ ഇത് എടുത്തു കാണിക്കുന്നു. ഇസ്രായേലിയുടെ ഗോത്രപിതാവായ യാക്കോബിനെ കുറിച്ചുള്ള പരാമർശം ദൈവം തിരഞ്ഞെടുത്ത ജനത്തിന്റെ ആത്മീയ പുനഃസ്ഥാപനത്തെ സൂചിപ്പിക്കുകയാണ്. അനാസ്ഥയെ അകറ്റുന്ന ഭാഷ മാനസാന്തരത്തിന്റെയും ദൈവത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെയും ആശയം നമുക്ക് നൽകുന്നു. ഇത് പഴയ നിയമത്തിന്റെ പ്രവാചക സന്ദേശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതിൽ ഇസ്രായേൽ ജനം അനുതപിക്കാനും കർത്താവിലേക്ക് മടങ്ങി വരുവാനും വിളിക്കപ്പെടുന്നു. ഇതിന്റെ ആകത്തുകയായി നാം പറയുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 26-ാം വാക്യം വലിയ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം ഉള്ള ഒരു വാക്യമാണ്. ദൈവത്തിന്റെ വിശ്വസ്തത യഹൂദന്മാരെയും വിജാതീയരെയും അവന്റെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, മശിഹ വരുത്തിയ ആത്യന്തിക രക്ഷ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ നിവൃത്തിയെക്കുറിച്ചും
അവൻ്റെ ജനത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നു. ഈ വാക്യം ദൈവത്തിൻ്റെ പരമാധികാര രക്ഷാ പദ്ധതിയുടെയും ഇസ്രായേലുമായുള്ള അവൻ്റെ ഉടമ്പടിയോടുള്ള മാറ്റമില്ലാത്ത വിശ്വസ്തതയുടെയും ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിമോചകനായ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ആത്യന്തികമായി നിവൃത്തിയേറുമെന്നത് പ്രത്യാശയുടെയും ഉറപ്പിൻ്റെയും വലിയൊരു സന്ദേശമാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.